മഹത്തായ മെലെ രാജ്യത്തിൽ സീബ്രകൾ, നീർക്കുതിരകൾ, കാട്ടുപന്നികൾ, ജിറാഫുകൾ എന്നിങ്ങനെ നിരവധി ജീവികൾ സമാധാനമായി സഹവസിച്ചു. സിംഹരാജാവ് സിംബ തന്റെ സാമ്രാജ്യം മുഴുവനെയും ജീവിതം മാറ്റിമറിക്കുന്ന ഒരു വാർത്ത അറിയിക്കാനായി വിളിച്ചുകൂട്ടി. ഗൗരവവും ആവേശവും കലർന്ന സ്വരത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, നമ്മുടെ കുടുംബം വലുതാകാൻ പോകുന്നു. നളയും ഞാനും ഒരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നു എന്ന സന്തോഷവാർത്ത അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ജീവന്റെ ചക്രം പൂർത്തിയാക്കാനുള്ള ഞങ്ങളുടെ സ്വപ്നം സഫലമാകുന്നു. ആ വാക്കുകൾ ഉച്ചരിച്ച ശേഷം സിംബ ആകാശത്തേക്ക് നോക്കി മന്ത്രിച്ചു, നാല, എന്റെ പ്രിയേ, ഞാൻ വരുന്നു. ക്ഷീണിതയായി നള നിലത്തൂന്നിരുന്നു. സ്നേഹത്തോടെ മന്ത്രിച്ചു, സിംബ, ഞാൻ ഇവിടെ നിനക്കുവേണ്ടി കാത്തിരിക്കും, എപ്പോഴും. അവൾ രാജ്യത്തിന്റെ ശാന്തതയിൽ ലയിച്ച് അവളുടെ സുഖകരമായ ഇടത്തിൽ തങ്ങിനിന്നു. അധികം താമസിയാതെ ടിയാനും പുംബയും അവരുടെ നല്ല സുഹൃത്തായ സിംബയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൻ ഒരു വലിയ സഹായം അഭ്യർത്ഥിച്ചു, ദയവായി എന്റെ മകൾ കിയാരയെ പേടിപ്പിക്കരുത്. ഞാൻ നളനോടൊപ്പം സമയം ചെലവഴിക്കും, കുറച്ചുകാലത്തേക്ക് തിരിച്ചുവരില്ല. അതുകൊണ്ട് സിംബ തന്റെ മകളെ സംരക്ഷിക്കാനുള്ള കഴിവിൽ വിശ്വാസമർപ്പിച്ച് വിശ്വസ്തരായ കൂട്ടാളികളെ അവളുടെ സംരക്ഷണം ഏൽപ്പിച്ചു. സിംബയുടെ യാത്രയ്ക്ക് തൊട്ടുപിന്നാലെ തിമോനും പുംബയും യുവതിയായ കിയാരയെ ഒരു ഉജ്ജ്വലവും വിചിത്രവുമായ കഥകൊണ്ട് രസിപ്പിക്കാൻ തീരുമാനിച്ചു. അവർ സ്കാറിനെതിരെ നടത്തിയ ധീരമായ പോരാട്ടത്തെക്കുറിച്ച് വിവരിച്ചു. തമാശയായി അവനെ വിഴുങ്ങിയെന്നു വീമ്പിളക്കി. ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ രീതിയിൽ കിയാര വിളിച്ചു പറഞ്ഞു, എസ്സിക്കെതിരെ അച്ഛൻ വിജയിച്ചുവെന്ന് പറയുന്നു. സംഭാഷണം ചിരിയിൽ ലയിച്ചു. അന്തരീക്ഷം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അഭിമാനവും ആവേശവും പരിശീലിച്ച ലാഘവത്വവും കലർന്ന സ്വരത്തിൽ തന്റെ മാതാപിതാക്കൾ ടീനയും പുംബയെയും എത്രമാത്രം വിശ്വസിച്ച് തന്റെ സുരക്ഷ അവർക്ക് നൽകിയിരുന്നുവെന്നും അതുപോലെ താൻ ഒരു ധീരയായ സിംഹി ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എങ്കിലും ഇടയ്ക്കിടെ ദുർബലയാണെന്ന് തോന്നാറുണ്ടെന്നും അവൾ ഓർത്തെടുത്തു. തന്റേതായ സ്വതസിദ്ധമായ വിവേകത്തോടെ റാഫിക്ക് അവളോട് സിംബ തന്റെ ചെറുപ്പത്തിൽ ഇതേ സംശയങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. മുത്തച്ഛനായ മുഫാസ് ഒരിക്കൽ സിംബയെ പ്രൈഡ് റോക്കിന്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയും നക്ഷത്രങ്ങൾക്ക് കീഴിൽ അലറാൻ പഠിപ്പിക്കുകയും ചെയ്ത കഥ അവൾ വിവരിച്ചു. അപ്പോഴും ബോധ്യം വരാതെ കിയാര പറഞ്ഞു, എനിക്ക് അവരെപ്പോലെ ധൈര്യമുണ്ടാകില്ല. പ്രോത്സാഹനം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ റാഫിക്ക് മറ്റൊരു കഥ തുടങ്ങി. മലകൾക്കപ്പുറം ഒടുങ്ങാത്ത വരൾച്ച നാടിനെ പിടികൂടിയിരുന്നു. എങ്കിലും ഒരു നിർഭാഗ്യകരമായ ദിവസം ആകാശം കറുത്തിരുണ്ടു. വിധിയിടപെട്ടു. അത് മുഫാസയുടെ ഇതിഹാസത്തിന് തുടക്കം കുറിച്ചു. മുഫാസയും സ്കാറും അവരുടെ ഇതിഹാസ് പദവിക്ക് വളരെ മുമ്പേ സഹോദരന്മാരായിരുന്നു. ആനകളും കഴുതപ്പുലികളും വിശാലമായ ഭൂപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന്റെ സുവ്യക്തമായ ഒരു ദൃശ്യവിരുന്നിലേക്ക് കഥ നമ്മെ ആഴ്ത്തിയിറക്കി. അവിടെ മുഫാസയുടെ മാതാപിതാക്കൾ അവരുടെ മകൻ തങ്ങളുടെ രാജ്യത്തിന്റെ അതിമനോഹരമായ സൗന്ദര്യം വെളിപ്പെടുത്തി. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഒരുനാൾ നിങ്ങളുടേതാകാൻ പോകുന്നതെല്ലാം നിങ്ങൾക്ക് സ്വപ്നം കാണാം, അവർ മന്ത്രിച്ചു. വരൾച്ച വരുത്തിയ ദുരിതങ്ങൾക്കിടയിലും ജീവിതത്തിന്റെ സൗന്ദര്യത്തെ ആദരിക്കുകയും നിത്യമായ ഒരുമക്കായി പ്രതിജ്ഞയെടുക്കുകയും ചെയ്ത് അവർ തങ്ങളുടെ ഹൃദയം തുറന്ന് ഒരു പാട്ട് പാടി ആ നിമിഷത്തിന്റെ മാന്ത്രികത വർദ്ധിപ്പിച്ചു. അവരുടെ ഗാനം കൂടുതൽ പ്രകാശമാനമായ ഒരു ഭാവിക്കായുള്ള പ്രതീക്ഷ ഉൾക്കൊള്ളുന്നു. എങ്കിലും അവരുടെ സന്തോഷം ആയിരുന്നു കാരണം കനത്ത മഴ തുടങ്ങി. നദികൾ കവിഞ്ഞൊഴുകി വിനാശകരമായ വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചു. മുഫാസയുടെ മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞിനെ മലയിടുക്കിന്റെ അടുത്തുള്ള അപകടകരമായ ഒഴുക്കുകളിൽ നിന്ന് സംരക്ഷിക്കാൻ എല്ലാ മുൻകരുതലുകളും എടുത്തു. നീ ഉടൻ തന്നെ പുറപ്പെടണം, അദ്ദേഹത്തിന്റെ അച്ഛൻ നിർബന്ധിച്ചു. അവസരം ഇപ്പോഴുമുണ്ട്. ഒരു മൃദുവായ തിടുക്കത്തോടെ അമ്മ ഉപദേശിച്ചു. ഓരോ ചുവടും ശ്രദ്ധിച്ച് ഓരോ പടിയും പതുക്കെ എടുക്കുക. നിങ്ങൾ രക്ഷപ്പെടണം. ആനയുടെ ഭാരം താങ്ങാനാവാതെ ഭൂമി ഇടിഞ്ഞു വീണപ്പോൾ മുഫാസയ്ക്ക് ബാലൻസ് തെറ്റി ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോയി. റഫീഖി കഥ തുടർന്നപ്പോൾ ശക്തമായ വെള്ളപ്പൊക്കം ദൂരെ ഒരു നദിയുമായി കൂടിച്ചേർന്ന് മുഫാസയെ അവന്റെ കുടുംബത്തിൽ നിന്നും പരിചിതമായ ചുറ്റുപാടുകളിൽ നിന്നും അകറ്റി. അകലെ രാജ്യത്ത് ആ ചെറിയ സിംഹത്തെ ആരും സഹായിക്കാനില്ലാതെ ഒരു ഒഴുകുന്ന തടിയിൽ തള്ളിയിട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി ടാക്കയെ കണ്ടുമുട്ടുന്നത്. ആരാണ് നിങ്ങൾ? ഒബാസി രാജാവിന്റെ കൗതുകവും ധൈര്യവുമുള്ള മകനായ ടാഗ പുറംനാട്ടുകാരനെ തിരിച്ചറിഞ്ഞ ശേഷം ആരാഞ്ഞു. ചെറുപ്പത്തിൽ മുഫാസ് തിരിച്ചടിച്ചു. മുഫാസ് താഴ്മയായി അപേക്ഷിച്ചതിന്റെ ഫലമായി ടാഗ ഒടുവിൽ വഴങ്ങി ആസന്നമായ അപകടം വെളിപ്പെടുത്തി. ഒരു മുതല നിന്നെ പിടിക്കാൻ വരുന്നുണ്ട്. മുഫാസയ്ക്ക് നീന്താനുള്ള കഴിവില്ലാത്തതിനാൽ മുതലയുടെ പെട്ടെന്നുള്ള വരവിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ടാക്ക സഹായിക്കാൻ ശ്രമിച്ചു, പക്ഷേ സ്ഥിതിഗതികൾ അതിവേഗം നിയന്ത്രണാതീതമായി. നിരാശ അവരെ വിഴുങ്ങുമെന്ന് തോന്നിയപ്പോൾ തെക്കിന്റെ അമ്മയായ ഈ മുന്നോട്ട് വന്ന് ധീരമായി മുതലയെ നേരിട്ട് തന്റെ കുഞ്ഞിനെ രക്ഷിച്ചു. എങ്കിലും അവളുടെ മുഖഭാവം ക്രോധവും ഉത്കണ്ഠയും കലർന്ന ഒരവസ്ഥ വെളിപ്പെടുത്തി. ഒരിക്കലും അപരിചിതരോട് സംസാരിക്കരുത്, അവൾ മകനെ താക്കീത് ചെയ്തു. മുഫാസയെ ഉപേക്ഷിക്കണമെന്ന് ആസെ നിർബന്ധിച്ചു. ഒബാസി രാജാവ് അവരുടെ കൂട്ടത്തിൽ ഒരു പുറംജാതിക്കാരനെ അംഗീകരിക്കില്ലെന്ന് അവർ വാദിച്ചു. എന്നാൽ ദയ തോന്നിയ ടാക്ക അവനെ പിന്തുണച്ചു. എന്റെ വരവിനായി കാത്തിരിക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിച്ചു. തക്കർ, നിയമങ്ങൾ എന്തായാലും അയാളെ ഇവിടെ ഉപേക്ഷിക്കുന്നത് അംഗീകരിക്കാനാവില്ല. രാജാവ് അവനെ ഒരിക്കലും കൊട്ടാരത്തിലെ അംഗമായി അംഗീകരിക്കില്ല. ഞാനൊരു തെരുവുനായല്ല, എനിക്ക് വഴിതെറ്റിപ്പോയതാണ്, മുഫാസ് വ്യക്തമാക്കി. അവന്റെ വിശദീകരണത്തിൽ സ്പർശിക്കപ്പെട്ട് ഇസി ശ്രദ്ധയോടെ കേട്ടിരുന്നു. വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയെന്നും കുടുംബത്തിൽ നിന്ന് വേർപെട്ടുപോയെന്നും അവൻ വിവരിച്ചു. എനിക്ക് എങ്ങനെ വീട്ടിൽ തിരിച്ചെത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അവൻ പ്രതീക്ഷ നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ശാന്തമായൊരു സ്വഭാവത്തോടെ സിംഹി മറുപടി നൽകി. ചിലപ്പോൾ വഴി തെറ്റുന്നത് ഒരു പുതിയ പാത കണ്ടെത്താൻ കൂടിയുള്ള ഒരവസരമാണ്. ആ പാത നിങ്ങളെ ഒരു പുതിയ വീട്ടിലേക്ക് നയിച്ചെന്നും വരം. മുഫാസയും കൊണ്ട് അവൾ സിംഹഭൂമിയിലേക്ക് നടക്കുമ്പോൾ ഗാംഭീര്യമുള്ള ഒബാസി രാജാവ് അവരെ എതിരേറ്റു. ആ കൂട്ടത്തിന്റെ നേതാവ് ആ കുഞ്ഞിനെ പുച്ഛത്തോടെ നോക്കി തന്റെ നിലപാട് വ്യക്തമാക്കി. ഒരു തെരുവ് സിംഹത്തെ ഈ കൂട്ടത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കുടുംബബന്ധങ്ങളാണ് ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ. മുഫാസ എന്ന പേര് കേട്ടപ്പോൾ തന്നെ അയാൾക്ക് വലിയ ദുഃഖം തോന്നി.
മുഫാസ്, അവൻ പുച്ഛത്തോടെ പരിഹസിച്ചു. അവന്റെ ശബ്ദത്തിൽ അവജ്ഞ നിറഞ്ഞിരുന്നു. ആ പേര് രാജകീയതയെ സൂചിപ്പിക്കുന്നു. ഈ സാമ്രാജ്യത്തിൽ എനിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പദവി. ഈ കുട്ടി അവന്റെ സ്ഥാനം ചോദ്യം ചെയ്യുന്നു. ഒരു ദുഷ്ടച്ചിരിയോടെ ഒബാസി പുറംനാട്ടുകാരനെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തി. തന്റെ അമ്മ അവനെ ഏറ്റവും വേഗതയുള്ള കുട്ടിയായി വാഴ്ത്തിയെന്ന് മുഫാസയുടെ ധാർഷ്ട്യമുള്ള അവകാശവാദം അവൻ ഓർത്തെടുത്തു. ഒബാസി ഒരു വെല്ലുവിളി പ്രഖ്യാപിച്ചു. അവന്റെ ശബ്ദം ആത്മവിശ്വാസത്തോടെ കൂട്ടത്തിൽ മുഴങ്ങി. അവൻ അവകാശപ്പെടുന്ന വേഗത അവനുണ്ടെങ്കിൽ അവൻ എന്റെ മകൻ താഗയുമായി മത്സരിച്ച് അത് തെളിയിക്കണം. മുഫാസയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ഒബാസിയുടെ ശബ്ദം ഇടിമുഴങ്ങി. രാജകുമാരൻ അവനെ കീഴ്പ്പെടുത്തിയ ശേഷം ഞാൻ ഒറ്റക്കടിക്ക് അവന്റെ ജീവനെടുക്കും. ചുറ്റുമുള്ള സിംഹങ്ങൾ ആ കടുത്ത പിരിമുറുക്കം അറിഞ്ഞു. എങ്കിലും വധശിക്ഷ കൊടുക്കാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ആസി ഇടപെട്ടു. തന്ത്രപരമായ വിവേക ബുദ്ധിയോടും നയതന്ത്രജ്ഞതയോടും കൂടി അവൾ ശാന്തമായി രാജാവിനെ ചോദ്യം ചെയ്തു. മുഫാസ് വിജയിക്കുകയാണെങ്കിൽ അവൻ എന്റെ സംരക്ഷണയിൽ തുടരും. അവളുടെ ഇണയെ അഭിമുഖീകരിക്കുമ്പോൾ അവളുടെ നിശ്ചയദാർഢ്യം ഒട്ടും കുറഞ്ഞില്ല. തന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നതിനായി അവൾ ഉറപ്പിച്ചു പറഞ്ഞു. താക്കയ്ക്ക് സിംഹാസനത്തിൽ ശരിയായി അവരോധിക്കപ്പെടണമെങ്കിൽ അവൻ തന്റെ പ്രഥമ പരീക്ഷണം പൂർത്തിയാക്കി തന്റെ യോഗ്യത തെളിയിക്കണം. ഒരു രാജാവ് തന്റെ സിംഹാസനം നേടണം. ഈ കഠിനമായ പാഠം അവനെ കാത്തിരിക്കുന്നു. മത്സരം എന്താണെന്ന് അറിഞ്ഞതുകൊണ്ട് യുവ അത്ലറ്റുകൾ തയ്യാറെടുത്തു. ഒരുതരം ഭയവും ദൃഢനിശ്ചയവും കലർന്ന മനസ്സുമായി മുഫാസയും താക്കയും സിംഹക്കൂട്ടത്തിന്റെ ശ്രദ്ധയോടെയുള്ള നോട്ടത്തിനിടയിലൂടെ മുന്നോട്ട് കുതിച്ചു. മുഫാസ അപകടത്തിലാണെന്ന് പെട്ടെന്ന് തന്നെ വ്യക്തമായി. തന്റെ എതിരാളിയുടെ കഠിനാധ്വാനം കണ്ടപ്പോൾ താക്കയിൽ ഒരു പുതിയ ലക്ഷ്യബോധം ഉണർന്നു. എനിക്കൊരു രഹസ്യമില്ല, താക്ക കിതപ്പോടെ മന്ത്രിച്ചു. വാസ്തവത്തിൽ ഉണ്ട്. എനിക്ക് എപ്പോഴും ഒരു സഹോദരൻ വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. മുഫാസ് ഞെട്ടിത്തെറിച്ചു നോക്കി. പക്ഷേ അവനൊന്ന് സംസാരിക്കുന്നതിനു മുമ്പ് താക്ക അപ്രതീക്ഷിതമായ ഒന്ന് ചെയ്തു. അവൻ വേഗത കുറച്ചു. മുഫാസെ ജയിക്കാൻ അനുവദിച്ചു. അവന്റെ യേക്കാൾ അവരുടെ ബന്ധത്തിന് അവൻ മുൻഗണന നൽകി. അദ്ദേഹം ആഗ്രഹിച്ച ബന്ധം എന്നേക്കുമായി തകർന്നു. മുഫാസയ്ക്ക് ഇവിടെ താമസിക്കാം, പക്ഷേ അദ്ദേഹം സിംഹങ്ങളുടെ കൂട്ടത്തിൽ താമസിക്കണം. അയാൾക്ക് താക്കയെ സമീപിക്കാൻ അനുവാദമില്ല. നിയന്ത്രണമുണ്ടെന്ന് വരുത്താൻ ശ്രമിച്ചെങ്കിലും അയാളുടെ വൈകാരികമായ വിഷമം പ്രകടമായിരുന്നു. എങ്കിലും അവൻ തന്റെ കോപം അടക്കി. പൊതുവായ ദുരിതത്തിൽ ഒന്നിച്ചു ചേർന്ന അവർ തങ്ങൾ അന്നുമുതൽ സഹോദരന്മാരാണെന്ന് പ്രഖ്യാപിച്ച് പാട്ടുപാടി ആഹ്ലാദിച്ചു. കുട്ടികൾ കാലക്രമേണ യുവസിംഹങ്ങളായി വളർന്നുവെങ്കിലും അവരുടെ വികൃതി സ്വഭാവം നിലനിന്നു. സ്വഭാവ സവിശേഷതകളോടെ ആസി പരിഹസിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. ഇതാ അവസാനമായി പറയുന്നു, താക്ക മാത്രമാണ് എന്റെ ഒരേയൊരു അവകാശി. അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള തുടർച്ചയായുള്ള പിറുപിറുക്കലിൽ മനം മടുത്താണ് ആസി ഇങ്ങനെ പറഞ്ഞത്. ആ ദുഷ്ടനായ ഭ്രഷ്ടൻ ഈ ഭൂമിയിൽ ഒരവകാശവുമില്ല. അവനെ സിംഹങ്ങളുടെ കൂട്ടത്തിലേക്ക് തിരിച്ചേക്കുക. അവൻ എന്റെ മകനിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഒബാസി ഗൗരവത്തോടെ താക്കയെ മുവാസയോടൊപ്പം ചേരുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. പകരം എന്നോടൊപ്പം ഇവിടെ തന്നെ തുടരുക. നിങ്ങളുടെ നേതൃത്വപാഠവും വികസിപ്പിക്കുക. അയാളുടെ മുഖം വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചന നൽകി. അയാൾ മുന്നറിയിപ്പ് നൽകി. ഒരിക്കലും അവനെ വിശ്വസിക്കരുത്. ഒത്തുകൊടുക്കൽ ഉറപ്പാണ്. അത് പുറത്തുള്ളവരുടെ രീതിയാണ്. ദാഗ അവനെ അത്ഭുതത്തോടെ നോക്കി. ഒബാസി ഒരു ശ്രേഷ്ഠ ഭാവത്തോടെ കണ്ണുകളടച്ച് പ്രഖ്യാപിച്ചു. ശക്തി വിശ്രമത്തിലാണ് കുടികൊള്ളുന്നത്. നമ്മുടെ കരുത്ത് സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് അഭിമാനം കാത്തുസൂക്ഷിക്കാനാവൂ. എങ്കിലും താക്കയ്ക്ക് ആ പാഠത്തെക്കുറിച്ച് ഒരു അസ്വസ്ഥത തോന്നി. അതേസമയം പ്രൈഡ് ലാൻഡ്സിലെ മറ്റൊരിടത്ത് മുഫാസയെ ഈയുടെ മാർഗനിർദ്ദേശത്തിൽ ഉത്സാഹത്തോടെ പരിശീലിപ്പിച്ചു. ഡെക്കിന്റെ അമ്മ ആ യുവസിംഹത്തെ ദത്തെടുത്ത് വളർത്തി. അവൾ പഠിപ്പിച്ച നൂതനമായ വേട്ടയാടൽ രീതികൾ അവനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. അവൾക്ക് പരിചയമുള്ളവയിൽ അവൻ വേറിട്ടുനിന്നു. കാലം കടന്നുപോയപ്പോൾ മുഫാസയ്ക്ക് അസാധാരണമായ ഗന്ധം തിരിച്ചറിയാനുള്ള കഴിവ് വളർത്തിയെടുത്തു. അത് ഗളക്ക് സമാനതകളില്ലാത്തതായി തോന്നി. വേട്ടയാടുമ്പോൾ മുഫാസ് തല ഉയർത്തി കാറ്റിനെ മണത്തുനോക്കി. തെക്ക് ഭാഗത്തായി ഒരു മ്ലാവ് കൂട്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അത്ഭുതകരമല്ലേ അത്? ചിലപ്പോഴൊക്കെ നേരിയ ഒരു ഗന്ധം ഒഴുകിവരും. കാറ്റിൽ പറന്നെത്തുന്ന ഒരു ലനനസ്വരം. അത് വീടിന്റെ മണമാണ്. ആഷ് നോക്കി നിന്നു. ഒരു വാത്സല്യമുള്ള നോട്ടത്തോടെ ആഷ് വിശദീകരിച്ചു. നിങ്ങൾ തിരിച്ചറിയുന്ന ആ ഗന്ധം നിങ്ങളുടെ അമ്മയുടേതാണ്. അതിന്റെ സാന്നിധ്യം അവൾ ഇപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. മുഫാസ് അവളുടെ വാക്കുകളിൽ ആശ്വാസം കണ്ടെത്തി. അത് ഒരു നവീകരിച്ച പ്രത്യാശയും പുറം ലോകത്തിലുള്ളവനായി തുടർന്നിട്ടും ഒരു പുനരുജ്ജീവിപ്പിച്ച സാമൂഹിക ബോധവും ഉണർത്തി. ശാന്തമായ ഒരു ഇടവേളയിൽ മുഫാസ് തന്റെ ഏറ്റവും ആഴത്തിലുള്ള ചിന്തകൾ വെളിപ്പെടുത്തി. ഒബാസിക്ക് എന്നെ രക്തബന്ധമില്ലാത്തതുകൊണ്ട് ഒരിക്കലും പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല. അവന്റെ കണ്ണിൽ ഞാൻ എന്നേക്കുമായി ഒരു പുറംപോക്കുകാരനും അലഞ്ഞുതിരിയുന്നവനുമായിരിക്കും. ഒരു വാത്സല്യമുള്ള നോട്ടത്തോടെ ആശ മറുപടി നൽകി. നിങ്ങൾ എന്റെ കുടുംബമാണ്. നിങ്ങളുടെ ഉദ്ഭവം എന്തായിരുന്നാലും ഒബാസിയുടെ വാക്കുകൾ എന്തായാലും നിങ്ങൾ എപ്പോഴും ഇവിടെ എന്നോടൊപ്പം വീട്ടിലായിരിക്കും. എന്നോടൊപ്പം നിങ്ങൾക്ക് എപ്പോഴും അഭയം കണ്ടെത്താനാകും, അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ മുഫാസ് വളരുന്ന ഒരു തിരിച്ചറിവോടെ മറുപടി നൽകി. ഒരുപക്ഷേ ഞാൻ ഒരു യാത്രികനാണെന്ന് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. ഒരുപക്ഷേ അതാണ് നല്ലതും. നിങ്ങൾ എന്റെ യഥാർത്ഥ വീടാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരെണ്ണം തേടേണ്ടി വരില്ല. അങ്ങനെ റഫീഖിയുടെ കഥ വർത്തമാനകാലത്തിലേക്ക് തിരിച്ചെത്തി. മുഫാസ് ഞങ്ങളെപ്പോലെ സ്വതന്ത്ര ചിന്താഗതിക്കാരനായിരുന്നു. ഞങ്ങളെപ്പോലൊരു സഞ്ചാരി, തിമോനും പുംബയും സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. അവരുടെ മര്യാദയില്ലാത്ത പെരുമാറ്റം കണ്ട് വ്യക്തമായി പ്രകോപിതയായ കിയാര റഫീഖിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ അവരെ ഒരു മൂർച്ചയുള്ള ആംഗ്യം കാണിച്ച് നിശബ്ദരാക്കി. എല്ലാവർക്കും അറിയാതെ രഹസ്യമായി എല്ലാം നിരീക്ഷിക്കുകയായിരുന്നു.
റഫീഖി തുടർന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ദുരൂഹത നിറഞ്ഞിരുന്നു. എങ്കിലും അവൻ തന്റെ സഹോദരനെയും ആസയെയും നോക്കുമ്പോൾ ഒരു കറുത്ത ഭീഷണി അടുത്ത് തങ്ങി നിന്നിരുന്നു. മണലാരണ്യത്തിലെ വെള്ളസിംഹങ്ങൾ മുന്നോട്ട് കുതിച്ചു. വേട്ടക്കാർ ഒളിയിടങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടതോടെ ശാന്തമായ നിശബ്ദത തകർന്നു. ദലക്ഷണം മുഫാസ ജമയെ സംരക്ഷിക്കാൻ മുന്നോട്ട് കുതിച്ചു. അകലെ നിന്ന് താക്ക ഭയത്തോടെ വീക്ഷിച്ചു. സഹായിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഭയം കാരണം സ്തംഭിച്ചുപോയിരുന്നു. സഹായം നൽകുന്നതിനു പകരം അവൻ രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അമ്മയെയും മുഫാസയെയും അപകടത്തെ തനിയെ നേരിടാൻ വിട്ട് അവൻ ഒഴിഞ്ഞുമാറി. അസാധാരണമായ ധൈര്യത്തോടെ മുഫാസ് ഒരു വെളുത്ത സിംഹത്തെ തോൽപ്പിച്ച് വേയെ രക്ഷിച്ചു. ക്ഷീണിതരും യുദ്ധത്തിൽ മുറിവേറ്റവരുമായി അവർ കൂട്ടത്തിലേക്ക് മുടന്തിയെത്തി. അവിടെ ഭയങ്കരമായ ഏറ്റുമുട്ടലിനെക്കുറിച്ച് വിവരിച്ചു. സിംഹങ്ങൾ വളരെ വലുതായിരുന്നു. പ്രേതങ്ങളെപ്പോലെ വിളറിയവർ. മുഫാസ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് രക്ഷപ്പെടുമായിരുന്നില്ല. അവളുടെ വാക്കുകൾ സിംഹക്കൂട്ടത്തിനിടയിൽ ആശങ്ക നിറഞ്ഞ പിറുപിറുക്കലുകൾക്ക് തീ കൊളുത്തിയെങ്കിലും മുഫാസ് ആ ഉത്കണ്ഠയെ വേർപിടിക്കാൻ അനുവദിച്ചില്ല. ഉറച്ച സ്വരത്തിൽ അദ്ദേഹം എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി. സിംഹങ്ങൾ ദിവസത്തെ യാത്രയുള്ളൂ. ഒബാസിക്ക് ഇതിനു വിപരീതമായി അത്ര വലിയ ആവശ്യം തോന്നിയില്ല. എന്നാൽ ആരെങ്കിലും പോയി അന്വേഷിക്കൂ, മുഫാസ് കലശലായ നീരസത്തോടെ കൽപ്പിച്ചു. കുറച്ചു വൈമനസ്യത്തിനു ശേഷം ഒബാസി സമ്മതിക്കുകയും വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായി ഒരു ചാരനെ അയക്കുകയും ചെയ്തു. സ്വകാര്യമായി രൂക്ഷമായ വാക്കുകളാൽ അവൻ താക്കയെ കോപിഷ്ഠനായി നേരിട്ടു. നിന്റെ സ്വന്തം അമ്മയെ നീ ഉപേക്ഷിച്ചുവല്ലോ എന്ന് അവൻ കുറ്റപ്പെടുത്തി. അതിദൂരെ ഞങ്ങൾ വെള്ളസിംഹത്തിന്റെ ഗംഭീരനും ദയാരഹിതനുമായ രാജാവായ കോസിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സൈനികൻ യുദ്ധത്തെക്കുറിച്ച് വിവരിച്ചു. അവൻ കൂട്ടത്തിന്റെ നേതാവായിരുന്നില്ല, പക്ഷേ നിങ്ങളുടെ മകന്റെ മരണത്തിന് ഉത്തരവാദി അവനാണ്. ആ വാർത്ത കേട്ട് കിറോയുടെ എല്ലുകൾ മരവിച്ചു പോയിരുന്നു. ഒരു ദയുമില്ലാതെ പരിക്കേറ്റ യോദ്ധാവിനെ സിംഹികൾക്ക് ഇരയാകാൻ വിധിച്ചു. അധികാരത്തെക്കുറിച്ചുള്ള തന്റെ വഴങ്ങാത്ത വിശ്വാസങ്ങൾ താക്കയിൽ വീണ്ടും അടിച്ചേൽപ്പിക്കുന്നതിൽ ഒബാസി സിംഹക്കൂട്ടത്തിലേക്ക് മടങ്ങിയെത്തി. നിങ്ങൾ അമ്മയെ ഉപേക്ഷിക്കാതിരുന്നെങ്കിൽ എന്ന് കരുതുക. നമ്മുടെ പാരമ്പര്യം പരമപ്രധാനമാണ്, അത് സംരക്ഷിക്കപ്പെടണം. വഞ്ചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുഫാസ് പറഞ്ഞത് ശരിയായിരുന്നു, അവൻ പറഞ്ഞു. ആസന്നമായ അപകടത്തെ അഭിമുഖീകരിച്ച് അബാസി തന്റെ പൈതൃകം സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അത് അവന്റെ കുടുംബത്തിന്റെ ഭാവിയെ മാറ്റിയെഴുതുന്ന ഒരു തിരഞ്ഞെടുപ്പായി മാറി. തന്റെ മകനായ താക്കയെ പുതിയൊരു ജീവിതം ആരംഭിക്കാൻ വേണ്ടി നാടുകടത്തി. മുഫാസയെ അവന്റെ രക്ഷകർത്താവായി നിയമിച്ചു. അവരെ ഒരു അചഞ്ചലമായ പ്രതിജ്ഞയിൽ ബന്ധിച്ചു. ആദ്യം മുഫാസ് ആശയെ ഉപേക്ഷിക്കാൻ മനസ്സില്ലാതെ വിസമ്മതിച്ചു. അനുരാഗം നിറഞ്ഞ കണ്ണുകളോടെ ആശ മറുപടി നൽകി. നിന്റെ അമ്മ നപ്പുറമുള്ള ഒരു ദേശത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. തികഞ്ഞ സൂര്യരശ്മികളാൽ അനുഗ്രഹീതമായ പച്ചപ്പ് നിറഞ്ഞ ഒരിടം. നിങ്ങളുടെ യഥാർത്ഥ വീട് കണ്ടെത്താൻ നിങ്ങൾ അവിടെ യാത്ര ചെയ്യണം. ഒരു മൃദുലമായ തലോടലോടെ അവൾ മന്ത്രിച്ചു. നിനക്കുമത് അനുഭവപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ജീവിതത്തിന്റെ മഹത്തായ ചക്രത്തിനുള്ളിലെ നിങ്ങളുടെ വിധി അംഗീകരിക്കുക. പരസ്പരം വിടപറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ താരധാരയായി ഒഴുകി. ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് തിരിച്ചുവരുമ്പോൾ തീനും പുമ്പയും ശുചിമുറി സന്ദർശിക്കാൻ സ്വയം ഒഴികഴിവ് നൽകുന്നതിന് മുമ്പ് വിഡ്ഢിത്തപരമായ തമാശകളുമായി കഥയിലേക്ക് തടസ്സമുണ്ടാക്കി. അസ്വസ്ഥയായ കിയാര അവരെ അവഗണിച്ചു. റാഫിക്കിയോട് തുടരാൻ അപേക്ഷിച്ചു. അഭിമാനത്താൽ ജ്വലിച്ചും ആദരവിനാൽ നയിക്കപ്പെട്ടും ഒബാസി വെളുത്ത സിംഹങ്ങളുടെ തലവനായ കോൾ രാജാവിനെ നേരിടാൻ തീരുമാനിച്ചു. കിയോസ് തന്റെ ഗൗരവമേറിയതും തണുത്തതുമായ ഭാവത്തോടെ തന്റെ ഉദ്ദേശ്യം വ്യക്തമാക്കിയെന്ന് റാഫി പറഞ്ഞു. രാജാക്കന്മാരുടെ താഴ്വരയുടെ അവസാനത്തെ അഭിമാനമായ ഞാൻ മാത്രമേ പരമോന്നത സിംഹമാണെന്ന് അവകാശപ്പെടാനാവൂ. ബാധ്യതയുടെയും വിധിയുടെയും ഒഴിച്ചുകൂടാനാവാത്ത വലയിൽ കുടുങ്ങിയ ഒബാസിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് മനസ്സിലായി. ഇപ്പോൾ ആ ചക്രം തകർന്നിരിക്കുന്നു. ദാക്കയും മുഫാസയും മുന്നോട്ട് നീങ്ങിയപ്പോൾ വെള്ളസിംഹത്തിന്റെ രൂപം അവരുടെ പിന്നാലെ പ്രത്യക്ഷപ്പെട്ടു. നീണ്ടു, മുഫാസ, ദാഗ ആജ്ഞാപിച്ചു. ഒരു രാജകുമാരന്റെ അധികാരം അവന്റെ ശബ്ദത്തിൽ മുഴങ്ങി. എങ്കിലും മുഫാസ് അനങ്ങാതെ വഴങ്ങാതെ നിന്നു. പെട്ടെന്ന് കിറോസ് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ ക്രൂരമായ കണ്ണുകൾ അവരിൽ പതിഞ്ഞു. ആരാണ് എന്റെ മകനെ കൊന്നത്? അവൻ ചോദിച്ചു. രാജകീയ രക്തം വഹിക്കുന്നവനായി തിരിച്ചറിഞ്ഞ ഡാക്കയിൽ അവന്റെ കണ്ണുകൾ പതിഞ്ഞു. രക്തത്തിന് രക്തം തന്നെ, കിറോസ് പ്രതിജ്ഞ ചെയ്തു. അവന്റെ സ്വരം തണുത്തുറഞ്ഞതായിരുന്നു. രക്ഷപ്പെടാൻ ഇടമില്ലാതെ കുടുങ്ങിപ്പോയതോടെ അന്തരീക്ഷം സഹിക്കാനാവാത്തതായി മാറി. പേടിയും നിരാശയും മൂലം തളർന്ന താക്ക തള്ളുന്നതിനു മുമ്പ് ഒരു ക്ഷമാപണം മന്ത്രിച്ചു. മുഫാസ് വെള്ളത്തിനടുത്തേക്ക് നീങ്ങി. അതിനാൽ ഒരു ചാട്ടം അനിവാര്യമായി വന്നു. എങ്കിലും അപകടം ഇതുവരെ ഒഴിഞ്ഞുപോയിരുന്നില്ല. ഒരു വെളുത്ത സിംഹി അവരെ പിന്തുടർന്നു. കുതിച്ചുചാടി അവരുടെ പിന്നാലെ പാഞ്ഞു. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു മുതല വെള്ളത്തിൽ നിന്ന് പൊങ്ങിവന്ന വേട്ടക്കാരിയെ പിടികൂടി വെള്ളത്തിനടിയിലേക്ക് വലിച്ചിഴച്ചു. അല്പനേരം സുരക്ഷിതരായിരുന്നെങ്കിലും നദിയുടെ ഒഴുക്ക് അവരെ താഴേക്ക് ഒഴുക്കിയതോടെ അവർ തളർന്നുപോവുകയും ദുർബലരാകുകയും ചെയ്തു. അവരെവിടെ ഒളിച്ചോടിയാലും ഞങ്ങൾ അവരെ വിടാതെ പിന്തുടരും. രക്ഷപ്പെടുന്നതിനിടയിൽ സഹോദരന്മാർ സരാബി എന്നു പേരുള്ള ഒരു മാന്യായ സിംഹിനിയെ കണ്ടുമുട്ടി. എന്റെ ക്രയോബോർഡിൽ നിന്ന് രക്ഷപ്പെട്ട മറ്റ് ആളുകളെ ഞാൻ തിരയുകയായിരുന്നു. കുറച്ചുപേർ ആക്രമണകാരികളിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ നിങ്ങളെ രണ്ടുപേരെ മാത്രമാണ് ഇതുവരെ എനിക്ക് കണ്ടെത്താനായത്. സരാബിയുമായുള്ള സംഭാഷണം തുടരാനുള്ള അവരുടെ ശ്രമം പരിഭ്രാന്തനായ സാസു എന്നു പേരുള്ള ഒരു വേഴാമ്പലിന്റെ പെട്ടെന്നുള്ള വരവിനാൽ തടസ്സപ്പെട്ടു. അവൻ വിളിച്ചു പറഞ്ഞു, ദയവായി എന്നെ തിന്നരുതേ. ശാന്തസ്വരത്തിൽ അയാൾ തുടർന്നു. സരാബി ഒരു രാജകുമാരിയാണ്. അവളുടെ യാത്രകളിൽ അവളെ സംരക്ഷിക്കുവാനായി അവളുടെ പിതാവ് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ അപ്രതീക്ഷിത മുന്നേറ്റം അവരുടെ വിധി സാക്ഷാത്കരിക്കാനുള്ള യാത്രയിൽ വിലപ്പെട്ട ഒരു പുതിയ സഖ്യകക്ഷിയെ കൊണ്ടുവന്നു. സഹോദരങ്ങൾ മെലയിൽ എത്താനുള്ള തങ്ങളുടെ ആഗ്രഹം സറാബിയോട് പറഞ്ഞു. എങ്കിലും അവൾക്ക് സംശയങ്ങളുണ്ടായിരുന്നെങ്കിലും ആ പറുദീസ് കണ്ടെത്താമെന്ന അവളുടെ സഹോദരന്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു. പ്രത്യേകമായി പറഞ്ഞാൽ ഞങ്ങൾ ഒരു വനത്തിനുള്ളിൽ വളരെ അകലെയായി ചെറുപ്പക്കാരനായ ഒരു റഫീഖിയെ കണ്ടുമുട്ടി. അവൻ അസാധാരണ കഴിവുകളുള്ള ഒരു കുരങ്ങനായിരുന്നു, മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തൻ.
അവൻ ജനിച്ച നിമിഷം മുതൽ അവൻ അസാധാരണമായ കഴിവുകളാൽ അനുഗ്രഹിക്കപ്പെട്ടു. പ്രവചന ദർശനങ്ങൾ, ഷഡ്പദങ്ങളോടും ചന്ദ്രനോടും സംവദിക്കാനുള്ള കഴിവ്, രോഗശാന്തി നൽകാനുള്ള ശക്തി എന്നിവ അവനുണ്ടായിരുന്നു. അവരെ അയാളെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കാൻ വോട്ട് ചെയ്തു. ഒരു കുട്ടിക്കുരങ്ങൻ റാഫിക്കിയെ അവിടെ തന്നെ തങ്ങാൻ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ ശാന്തമായി മറുപടി പറഞ്ഞു, എന്റെ യാത്രയ്ക്ക് സമയമായിരിക്കുന്നു. എന്റെ കുടുംബം ഈ മരങ്ങൾക്കപ്പുറം എന്നെ കാത്തിരിക്കുന്നു. യാത്രയ്ക്കിടയിൽ റഫീക്കിയുടെ വിധി സിംഹങ്ങളുമായി ഇഴചേർന്നു. അപരിചിതനെ കണ്ടപ്പോൾ താക്കയും മുഫാസയും അവനെ ഇരയാക്കാമെന്ന് വിശ്വസിച്ച് അവനെ ഭയപ്പെടുത്തി ഓടിക്കാൻ ശ്രമിച്ചു. പദ്ധതി പരാജയപ്പെട്ടു. സിംഹങ്ങൾ ആകാംക്ഷ വർദ്ധിച്ച് ചോദിച്ചു, രക്ഷപ്പെടാൻ സാധ്യമല്ലെങ്കിൽ എന്തിനാണ് ഭയം കാണിക്കാത്തത്? ഒരു ദുരൂഹമായ ഭാവത്തോടെ റഫീക്കി മറുപടി പറഞ്ഞു, ഞാൻ വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്യുന്നു. നീ എന്നെ കൊന്നാൽ നിനക്ക് ഒരിക്കലും മെലയിൽ എത്താൻ കഴിയില്ല. എന്റെ സഹോദരൻ അവിടെ എന്നെ കാത്തിരിക്കുന്നു. അയാളുടെ വാക്കുകൾ കേട്ട് സ്തബ്ധരായി. പ്രത്യേകിച്ചും മെലയെക്കുറിച്ചുള്ള പരാമർശം കേട്ടപ്പോൾ സിംഹങ്ങൾ വിലപേശാൻ ശ്രമിച്ചു. ഞങ്ങളെ മെലയുടെ അടുത്തേക്ക് നയിക്കൂ, ഞങ്ങൾ നിന്നെ വെറുതെ വിടാം. ഞാനൊരു വിലപേശലും നടത്തുന്നില്ല. എന്റെ വഴി എന്റേത്, നിന്റെ വഴി നിന്റേത്, റഫീക്കി മറുപടി നൽകി. കഴിക്കാൻ പോലും കൊള്ളാത്ത മറ്റൊരു പായ്ജന്മം, താക്ക പിറുപിറുത്തു. അവന്റെ ശബ്ദത്തിൽ കയ്പും അംഗീകാരവും കലർന്നിരുന്നു. ഇനി യഥാർത്ഥ ലോകത്തിലേക്ക് തിരിച്ചുവരുമ്പോൾ തിയാനും പുമ്പയും പൊട്ടിച്ചിരിച്ചു. റഫീക്കി മുഫാസയുടെ പ്രശസ്തി മുഴുവൻ തട്ടിയെടുത്ത് അത് അവനുവേണ്ടി മാത്രമാക്കി. അവർ അലറി. മുഫാസയുടെ കഥ റാഫിക്കിയില്ലാതെയുണ്ടാകാൻ കഴിയില്ല. റാഫിക്ക് എതിർത്തു. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ രോഷത്തിന്റെയും ശാന്തതയുടെയും ഒരു മിശ്രിതമുണ്ടായിരുന്നു. കണ്ണീർ പൊടിഞ്ഞ് കിയാർ ആകാശത്തേക്ക് നോക്കി മൃദുവായി അപേക്ഷിച്ചു, ദയവായി അമ്മേ, അച്ഛാ, എന്നെ കേൾക്കൂ, വീട്ടിലേക്ക് വരൂ. ഓർമ്മകളിലേക്ക് തിരികെ പോകുമ്പോൾ റഫീക്കി മുഫാസയ്ക്ക് തന്റെ ജ്ഞാനം പകർന്നു നൽകി. വെള്ളത്തെക്കുറിച്ചുള്ള ഭയവും മാതാപിതാക്കളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്ന അസ്വസ്ഥജനകമായ സ്വപ്നങ്ങളെക്കുറിച്ചും മുഫാസ് അവനോട് തുറന്നു പറഞ്ഞു. രക്ഷിതാക്കളുടെ സാന്നിധ്യം എപ്പോഴും അവനുണ്ടാകുമെന്ന് റാഫിക്ക് സമാധാനിപ്പിച്ചു. നിങ്ങളുടെ അമ്മയുടെ ശബ്ദം കേൾക്കുന്നത് അവരുടെ തുടർച്ചയായ മാർഗനിർദ്ദേശത്തെ സൂചിപ്പിക്കുന്നു. അന്ന് വൈകുന്നേരം റഫീക്കി ഒരു മീനെ പിടിച്ചു. പക്ഷേ അതിനെ പരിശോധിച്ച ശേഷം അവൻ ഇത് പാകമായിട്ടില്ല എന്ന് മന്ത്രിച്ചു. എന്നിട്ട് അതിനെ വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചിട്ടു. ദിവസത്തിന്റെ ആദ്യ വെളിച്ചത്തിൽ തീ മുന്നോട്ട് നീങ്ങി. തുടക്കത്തിൽ സംശയമുണ്ടായിരുന്നെങ്കിലും അടുത്തുള്ള ഒരു കൂട്ടത്തിന്റെ ഗന്ധം അവർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പുതുക്കിയ ഊർജ്ജം നിറയ്ക്കുകയും ചെയ്ത് അവർ പാട്ടുകൾ പാടിയും തങ്ങളുടെ പൊതുവായ പ്രതീക്ഷകൾക്ക് ബലം നൽകിയും യാത്ര തുടർന്നു. താഴ്വരയിലൂടെ സഞ്ചരിക്കുമ്പോൾ റാഫിക്ക് ഒരു നിരന്തരമായ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അവരുടെ കണ്ണുകൾ നമ്മുടെ കാൽപ്പാടുകളെ പിന്തുടരുന്നു. കൈറോസ് പ്രതീക്ഷ കൈവിടുന്നില്ല. അവർ ഒരു സിംഹവും അവരുടെ നേതാവും ഒപ്പമുണ്ട്. അതാ നോക്കൂ, ഒരു കുരങ്ങനെ. സഹായം നൽകാമെന്ന പ്രതീക്ഷയിൽ മുഫാസ് അവളോട് സൗമ്യമായി സംസാരിക്കാനും അവളുടെ ഉദ്ഭവത്തെക്കുറിച്ച് ചോദിച്ചറിയാനും താമരപ്പൂക്കളെക്കുറിച്ച് സൂചിപ്പിക്കാനും ഉപദേശിച്ചു. തന്റെ ധൈര്യം സംഭരിച്ച് താക്ക സരാബിയുടെ അടുത്തേക്ക് നടന്നുപോയി ഒട്ടും ആലോചിക്കാതെ വിളിച്ചു പറഞ്ഞു, നിനക്ക് താറാവിന്റെ മണമാണ്. അസംഭവ്യത ഉണ്ടായിരുന്നിട്ടും അവരുടെ സംഭാഷണം ശക്തി പ്രാപിച്ചു. എങ്കിലും താഴ്വരയുടെ വിദൂര ഭാഗത്ത് നിന്ന് വെളുത്ത സിംഹങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതോടെ അവരുടെ പുതിയ ബന്ധം തകർന്നു. വെളുത്ത സിംഹങ്ങൾ അവരെ ഉഗ്രമായ വേട്ടയാടൽ നോട്ടങ്ങളോടെ നോക്കി. അനാവശ്യമായ ആത്മവിശ്വാസം നിറഞ്ഞ ഡാക്ക ശത്രുക്കൾക്ക് തങ്ങളെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നതുവരെ പരിഭ്രാന്തനായില്ല. അപകടം അടുത്തുവന്നപ്പോൾ മുഫാസ് ആനകളുടെ സഹായം തേടി. എന്നാൽ സറാബി മറ്റൊരു പദ്ധതി ആവിഷ്കരിച്ചു. അവൾ ഒരു മരത്തിൽ കയറി തേനീച്ചക്കൂടുകൾ ആനകളുടെ മേലേക്ക് ഇളക്കിയിട്ടു. അത് തേനീച്ചക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചു. ഇതെല്ലാം ഞാൻ സമ്മതിച്ച സാഹചര്യം. ഒരു വന്യമായ ഭ്രാന്താലയത്താൽ നയിക്കപ്പെട്ട് ആനകൾ അരാജകത്വം സൃഷ്ടിക്കുകയും വെളുത്ത സിംഹങ്ങളെ ചിതറിക്കുകയും ചെയ്തു. ഗ്രൂപ്പ് നിലവിൽ സുരക്ഷിതരായിരുന്നു. പക്ഷേ അപകടം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അദ്ദേഹത്തിന്റെ മുന്നിൽ ആ രംഗം വി വോറിനഥജനിറ്റ് 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 വി വോറിനഥയ ഓറിനഥയ ഓറിനഥജനിറ്റ് വി വോറിനഥയ ഓറിനഥർ ഓറിനഥർ ഓറിനഥയാർ ഓറിനഥരേറ്റ് ഓറിനഥയ ഓറിനഥരതി ഓറിനഥരേറ്റ് ഓറിനഥയി ഓറിനഥരേറ്റ് ഓറിനഥജ് ഓറിനഥരേറ്റ് 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 ഓറിനഥജ് ഓറിനഥരേറ്റ് ഓറിനഥജ് ഓറിനഥരേറ്റ് 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 ഓറിനഥയാർ ഓറിനഥജ് ഓറിനഥരേറ്റ് ഓറിനഥരേറ്റ് ഓറിനഥജ് ഓറിനഥജ് ഓറിനഥരേറ്റ് ഓറിനഥജ് ഓറിനഥജ് ഓറിനഥരേറ്റ് 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 ഓറിനഥജ് ഓറിനഥജ് ഓറിനഥരേറ്റ് ഓറിനഥർ ഓറിനഥരേറ്റ് 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 ഓറിനഥർ ഓറിനഥർ ഓറിനഥരേറ്റ് 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 ഓറിയഫ് ഓറിനഥരേറ്റ് 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 ഓറിനഥർ ഓറിയഫ് ഓറിനഥരേറ്റ് 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 ഓറിയഫ് ഓറിനഥരേറ്റ് ഓറിനഥരേറ്റ് ഓറിനഥർ ഓറിനഥരേറ്റ് ഓറിനഥരേറ്റ് ഓറിനഥർ ഓറിനഥരേറ്റ് ഓറിനഥർ 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 ഓറിയഫ് 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 ഓറിയഥരേറ്റ് ഓറിയഥരേറ്റ് ഓറിനഥർ ഓറിയഫ് ഓറിയഥരേറ്റ് ഓറിനഥരേറ്റ് ഓറിന ഓറിനഥർ ഓറിയഥർ ഓറിയഥരേറ്റ് ഓറിയഥരേറ്റ് ഓറിയഥർ ഓറിയഫ് ഓറിയഥരേറ്റ് 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 ഓറിയഥരേറ്റ്
Oriented, 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 oriented. Oriented, 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 oriented. Oriented, 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 oriented. Oriented, 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 oriented. Oriented, 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 oriented. Oriented, 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 oriented. Oriented, 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 oriented. Oriented, 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 oriented. Oriented, 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 oriented. Oriented, 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 oriented. Gifted, oriented, 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 shifted, oriented, 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 shifted, 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 oriented, 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 shifted. Oriented, 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 shifted, 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 oriented, oriented,
ബിഎംവെ കണ്ടു, ഏറ്റവും ചെറിയ ജീവിക്ക് പോലും ജീവിതത്തിന്റെ വലിയ വൃത്തത്തിൽ അതിന്റേതായ സ്ഥാനമുണ്ട്. സെരാബിയുടെ തന്ത്രം പ്രതീക്ഷിച്ചതുപോലെ പുരോഗമിച്ചു. എന്നിരുന്നാലും അതിന് ഒരു അനന്തരഫലമുണ്ടായി. അവൾ തെന്നി മരത്തിൽ നിന്ന് താഴേക്ക് വീണു. മുഫാസ് രണ്ടാമതൊന്ന് ആലോചിക്കാതെ അവളെ രക്ഷിക്കാനായി പാഞ്ഞെത്തി. അതേസമയം താക്ക ഭയം കാരണം വീണ്ടും സ്തംഭിച്ചുപോയിരുന്നു. അവൻ നിഴലുകളിൽ ഒളിച്ചിരുന്നു. ക്ഷോഭം ശമിച്ച ശേഷം റാഫിക്കി തന്റെ വൈദ്യപരമായ വൈദഗ്ധ്യം ഉപയോഗിച്ച് സാരാബിയുടെ മുറിവുകൾ ശുശ്രൂഷിച്ചു. ഒരു വലിയ പോരാട്ടത്തിനു ശേഷം അവൾ ഒടുവിൽ ഉമർന്നു. ആശയക്കുഴപ്പത്തിൽ ഉമർന്നെണീറ്റു. വിഭ്രാന്തിയോടെ സരാബി ചോദിച്ചു, ആരുടെ കൈകൊണ്ടാണ്? റഫീഖി പ്രതികരിക്കുന്നതിനു മുൻപ് മുഫാസ് തടസ്സപ്പെടുത്തി, താക നിന്നെ രക്ഷിച്ചു. പിന്നീട് മുഫാസയുടെ ആലോചനാപൂർണമായ ഔദാര്യത്തിന് അദ്ദേഹം ശാന്തമായ നന്ദി പ്രകടിപ്പിച്ചു. അന്ന് രാത്രി അവർ ഉറങ്ങുമ്പോൾ മുഫാസ് തന്റെ അമ്മയെ സ്വപ്നം കണ്ടു. അമ്മയുടെ സാമീപ്യത്തിന്റെ ഊഷ്മളതയും തനിക്ക് നഷ്ടപ്പെട്ട വീടിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന അവരുടെ വാക്കുകളും അവൻ ഓർത്തെടുത്തു. സെരാബിയും അവന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ സാന്നിധ്യം ഒരു നിഷേധിക്കാനാവാത്ത ബന്ധം ജ്വലിപ്പിച്ചു. ഉമർന്നെണീറ്റ ശേഷം മുഫാസ് ഒരു തന്ത്രം ആവിഷ്കരിച്ചു. മെലയിലേക്കുള്ള അവരുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ വെളുത്ത സിംഹങ്ങളിൽ നിന്ന് അവരുടെ കാൽപ്പാടുകൾ മറയ്ക്കേണ്ടതുണ്ട്. അവരെ പിന്തുടരുന്നവരിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ഉറപ്പാക്കാൻ അവരുടെ മുകളിൽ വട്ടമിട്ട് പറക്കാമെന്ന് സാസു അഭിപ്രായപ്പെട്ടു. തന്ത്രം വിജയിച്ചു. വെളുത്ത സിംഹങ്ങൾക്ക് ആദ്യമായി ഗന്ധം നഷ്ടപ്പെട്ടു. സാസുവിന്റെ റിപ്പോർട്ട് ലഭിച്ചതിനുശേഷം ഒടുവിൽ സംഘത്തിന് വിശ്രമിക്കാൻ കഴിഞ്ഞു. എന്നെ രക്ഷിച്ചത് താനാണെന്ന് എനിക്കറിയാം, താക്കയല്ല, അവൾ മന്ത്രിച്ചു. നിങ്ങൾ ഒരു വിസ്മയകരമായ സിംഹമാണ്, രാജാവാകാൻ വിധിക്കപ്പെട്ടവൻ. ആദ്യം വിസമ്മതിച്ചെങ്കിലും മുഫാസ് ഒടുവിൽ പുഞ്ചിരിക്കുകയും സരാബിയുടെ ധീരതയും ദയയും അംഗീകരിച്ച് അവളെ പാടി പുകഴ്ത്തുകയും ചെയ്തു. ദഗ നിഴലുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നും അവന്റെ ഹൃദയം അസൂയയും ക്രോധവും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നുവെന്നും അവർ അറിഞ്ഞില്ല. തികച്ചും ഒറ്റപ്പെട്ട അയാൾ തന്റെ വേദനയും യാതനയും ഉച്ചത്തിൽ പ്രകടിപ്പിച്ചു. എനിക്ക് ആ ചിത്രം എന്റെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയില്ല എന്ന് സമ്മതിച്ചു. എന്റെ സഹോദരൻ പോയി, ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അഗാധമായ ദുഃഖം താങ്ങാനാവാതെ താഗയുടെ കാൽതന്നി അവൻ കിങ് കിറോസിന് മുന്നിൽ വീണു. രോഷം മൂലം അന്ധനായി താഗ സഹോദരനെ വഞ്ചിച്ചു. അവൻ എന്റെ അച്ഛനെ എന്നിൽ നിന്നകറ്റി, ഇനി ഞാൻ നിന്നെ അവന്റെ അടുത്തേക്കെത്തിക്കും. ആ പ്രസ്താവനയോടെ താക്ക വെളുത്ത സിംഹങ്ങളുമായി ഒരു ദുഷ്ടസഖ്യമുണ്ടാക്കി. അടുത്ത ദിവസം താക്ക യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ ഒട്ടും കൂസലില്ലാതെ കൂട്ടത്തിൽ തിരിച്ചെത്തി. മുഫാസയോടുള്ള നന്ദി പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അവൻ രഹസ്യമായി നിലത്ത് അടയാളമിട്ടു. വെളുത്ത സിംഹങ്ങളെ അവരുടെ അടുത്തേക്ക് നയിച്ചു. ഒരു ദുരിതവും ക്ഷീണവുമുള്ള യാത്രയ്ക്ക് ശേഷം അവർ മനോഹരമായ ഒരു പറുദീസയായ മെലയിൽ എത്തിച്ചേർന്നു. അത് ജലസമൃദ്ധിയും പച്ചപ്പ് നിറഞ്ഞ സസ്യജാലങ്ങളും വൈവിധ്യമാർന്ന വന്യജീവികളും നിറഞ്ഞ ഒരു ഉന്മേഷദായകമായ മരുപ്പച്ചയായിരുന്നു. സന്തോഷാധിക്യത്താൽ തന്റെ മുൻകൂട്ടി കാണലുകളിൽ പതിവായി പ്രത്യക്ഷപ്പെട്ടിരുന്ന ബാവോബാബ് മരം ഒടുവിൽ റാഫിക്ക് കണ്ടെത്തി. പുതിയൊരു തിരിച്ചറിവിനാൽ മിഴികൾ തിളങ്ങെ അവൻ മുഫാസയെ അഭിമുഖീകരിച്ചു പ്രഖ്യാപിച്ചു, എന്റെ ദർശനങ്ങളിൽ എപ്പോഴും ഒരു സഹോദരൻ എന്റെ അരികിലുണ്ടായിരുന്നു. അത് നീയാണ് ആ സഹോദരൻ. കൈറോസും പരിവാരവും സന്നിഹിതരായിരിക്കെ വൈറ്റ് ലയൻ രാജാവ് ഒടുവിൽ സത്യം വെളിപ്പെടുത്തി. മുഫാസ്, അവരെ അവിടേക്ക് നയിച്ചത് താക്ക ആയിരുന്നു. തീർച്ചയായും സരാബിയാണ് നിന്നെ തിരഞ്ഞെടുത്തത്, അവളെ മുൻപ് നമ്മുടെ മാതാപിതാക്കൾ തിരഞ്ഞെടുത്തതുപോലെ. ഒരു കത്തുന്ന കോപം മൂലം പ്രചോദിതനായി നായകൻ തന്റെ മകന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ദൃഢനിശ്ചയം ചെയ്ത് ഒരു പ്രതികാര ദൗത്യം ആരംഭിച്ചു. മുഫാസയുടെ ശക്തമായ അലർച്ച അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഓരോ ജീവജാലത്തിനും നമ്മുടെ ലോകത്തിന്റെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയിൽ ഒരു പങ്കുണ്ട്, കൂടാതെ സഹകരണത്തിലൂടെ നമുക്കത് സംരക്ഷിക്കാനാകും. മുഫാസയുടെ ശക്തമായ സന്ദേശത്തിൽ പ്രചോദിതരായ മൃഗങ്ങൾ ആസന്നമായ അപകടത്തെ നേരിടാൻ അവനോടൊപ്പം കൈകോർത്തു. ഒരു നിർണായക ഗുഹായുദ്ധത്തിൽ മുഫാസ് കിറോസുമായി ഏറ്റുമുട്ടി. താക്ക ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് ഇത് നിരീക്ഷിച്ചു. വെളുത്ത സിംഹരാജാവായ സ്കാർ ഒടുവിൽ മുഫാസയെ ശക്തമായ പോരാട്ടത്തിൽ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തി. കൈറോസ് അവസാനത്തെ പ്രഹരമേൽപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു വീരനാകാനുള്ള അവസരം ഒടുവിൽ വരുമെന്ന ഓർമ്മപ്പെടുത്തലുമായി അമ്മയുടെ ശബ്ദം തകയുടെ മനസ്സിൽ പ്രതിധ്വനിച്ചു. ഡാക്ക ഇടപെട്ട് സഹോദരനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. ഭൂമിയെക്കുറിച്ചുള്ള തന്റെ അഗാധമായ ഗ്രാഹ്യം ഉപയോഗിച്ച് റാഫിക്ക് രോഷാകുലമായ പോരാട്ടത്തിനിടയിലും സിംഹങ്ങളെ സുരക്ഷിതമായി നയിച്ചു. ഒരു മിന്നൽ പ്രളയം പെട്ടെന്ന് ഗുഹയെ നിറച്ചു. വെള്ളപ്പൊക്കം ശക്തിയായി കുതിച്ചൊഴുകിയപ്പോൾ മലഞ്ചെരിവിൽ നിന്ന് വലിയൊരു പാറ അടർന്നുമാറി. അവസരം മുതലെടുത്ത് മുഫാസ് കിറോസിനെ ആക്രമിച്ചു. അതിന്റെ ഫലമായി ഉണ്ടായ ഹിമപാതത്തിൽ വെളുത്ത സിംഹരാജാവ് മൂടപ്പെട്ടു. ഇത് അദ്ദേഹത്തിന്റെ ഭരണത്തിന് പെട്ടെന്നൊരു അന്ത്യം വരുത്തി. വെള്ളപ്പൊക്കം കുറഞ്ഞപ്പോൾ സൂര്യരശ്മി ഗുഹയിലേക്ക് ഒഴുകിയെത്തി മുഫാസയെ പ്രകാശത്തിൽ കുളിപ്പിച്ചു. അവൻ വിനയത്തോടെ വിജയശ്രീലാളിതനായി നിലകൊണ്ടു. ഒരു പുഞ്ചിരിയോടെ റഫീഖി അവനെ സമീപിച്ചു. മഹത്തായ ജീവന്റെ ചക്രം തുടരുന്നു. ഈ ദിവസം നിങ്ങൾ അതിൽ നിങ്ങളുടെ നിയോഗം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ഗുരുതരമായി പരിക്കേറ്റും യുദ്ധം കാരണം തീർത്തും തളർന്നും മുഫാസ് ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ പാടുപെട്ടു. ഒരു നിമിഷം മടിച്ചുനിന്ന ശേഷം ഒടുവിൽ താക്ക അവനെ സഹായിക്കാൻ തീരുമാനിച്ചു.
സെരാബിയും മുഫാസയും മൃഗങ്ങളുടെ ഒത്തുചേരലിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആവശ്യസമയത്ത് എല്ലാവരെയും ഒന്നിപ്പിച്ച ശേഷം മുഫാസയെ മെലയിലെ ലയൺ കിങ്കായി പ്രഖ്യാപിച്ചു. പിന്നീട് അമ്പരപ്പിക്കുന്നതും അപ്രതീക്ഷിതവുമായ ഒരു വഴിത്തിരിവിൽ മുഫാസയുടെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു. അവർ വീണ്ടും ഒന്നിച്ചപ്പോൾ സന്തോഷം അവരെ മൂടി. എങ്കിലും അവൾക്ക് ഒരു ദുഃഖവാർത്തയുണ്ടായിരുന്നു. അവന്റെ അച്ഛൻ ഇനിയില്ല. കഠിനമായ കുറ്റബോധം മൂലം തക പിന്നീട് തിരിച്ചുവന്ന് മാപ്പ് അപേക്ഷിച്ചു. മറ്റ് മൃഗങ്ങൾക്ക് സ്കാറിനെ നാടുകടത്താൻ ആഗ്രഹമുണ്ടായിട്ടും മുഫാസ് തന്റെ സഹോദരനെ ഭവനരഹിതനാക്കാൻ തയ്യാറായിരുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമായി പ്രഖ്യാപിച്ചു. നിങ്ങളുടെ പേര് സ്കാർ എന്നായിരിക്കും. അടക്കാനാവാത്ത ക്രോധം ഉള്ളിലൊതുക്കി സ്കാർ മുഖം തിരിച്ചു. മുഫാസയുടെ വിജയകരമായ പ്രൈഡ് റോക്കിലേക്കുള്ള യാത്രയും രാജാവായുള്ള അവന്റെ ഗർജനവും കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ ശത്രുതയാൽ ജ്വലിച്ചു. കനത്ത മഴയിൽ നനഞ്ഞുകുതിർന്ന് കിയാർ തന്റെ പൂർവികരുടെ ശക്തി ആവാഹിച്ച് ഒരു വലിയ അലർച്ച പുറപ്പെടുവിച്ചു. അതിനുശേഷം അധികം താമസിയാതെ അവൾ ദൂരെ തന്റെ അച്ഛനെ കണ്ടു. അതിയായ സന്തോഷത്തോടെ അവൾ അവനടുത്തേക്ക് ഓടിച്ചെന്നു. അവർ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. അതേസമയം തീയനും പുമ്പിയും റഫീക്കിയുടെ കത്പർച്ചിൽ വൈഭവത്തെ പ്രശംസിച്ചു. അവർക്കൊപ്പം കുടുംബത്തിലെ പുതിയ ഒരംഗം കൂടിയുണ്ടായിരുന്നു, കിയാരയുടെ ഇളയ സഹോദരൻ. യുവത്വത്തിന്റെ ആവേശത്തോടെ സിംഹി തന്റെ അനശ്വരമായ സംരക്ഷണം വാഗ്ദാനം ചെയ്തു. ജീവന്റെ മഹത്തായ ചക്രം തുടർച്ചയായി നിലനിർത്തുമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ സിനിമ സന്തോഷകരമായ ഒത്തുചേരലിൽ അവസാനിക്കുന്നു. കുടുംബത്തെയും പൈതൃകത്തെയും പ്രൈഡ് ലാൻഡ്സിനുള്ളിലെ തകർക്കാനാവാത്ത ബന്ധങ്ങളെയും ആദരിക്കുന്നു.